ഇന്ന് നമ്മൾ പഴം കൊണ്ടൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? മോന് ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോന് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അടുക്കളയിൽ പോയതാ. പഴം ഉണ്ടായിരുന്നു, അപ്പോൾ പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് പഴം വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്ന ഉന്നക്കായൻ്റെ ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ. വെന്ത് വരുമ്പോഴത്തേനും പഴം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 10-15 കാഷ്യൂ ഇങ്ങനെ മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇത് ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. ഇതായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. എനിക്ക് ഉന്നക്കായ ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നല്ല, ശരിയാവാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് ഫ്ലോപ്പായി പോവാറാ പതിവ്. അപ്പൊ എനിക്ക് ഇതായ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഉന്നക്കായന്റെ ടേസ്റ്റ് വരുമോ എന്ന് ചോദിച്ചാൽ വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉന്നക്കായന്റെ ഏട്ടനോ അനിയനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പഴം ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ പഴം. അപ്പോ നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തിട്ട് നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കാം. ഉന്നക്കായന്റെ അതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ട് വരാം. തണുക്കാൻ വെക്കാം. പഴം അരച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 2 വാഴയില വേണം. ചെറിയ ചെറിയ പീസ് വാഴയിലയാണ്. ഒരു പീസ് എടുത്തു കൊടുക്കാം. എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുക്കാം. നെയ്യ് ആക്കി കൊടുത്തിട്ട് ഈ പഴം ഉടച്ചതുണ്ടല്ലോ അതിനെ 2 ഈക്വൽ ഇതാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇത് പരത്തി കൊടുക്കാം. ഒരുപാട് നൈസിലൊന്നും പരത്തണ്ട, അത്യാവശ്യം കട്ടി തന്നെ വേണം. എന്നിട്ട് നമ്മൾ തേങ്ങന്റെ ഒക്കെ ഫില്ലിംഗ് ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചു കൊടുക്കാം. അടുത്തതും ഇതേപോലെ പരത്തി എടുക്കാം കേട്ടോ. ഏകദേശം ഇത് 2 ആക്കി എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ഫില്ലിങ് വെച്ചില്ലേ അതിന്റെ മേലെ പതുക്കെ ഇത് വെച്ചു കൊടുക്കാം. ഇല പതുക്കെ മാറ്റി കൊടുക്കാം. ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് നല്ല ഷേപ്പ്, കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും ആവില്ല കേട്ടോ. പഴമല്ലേ, നമുക്ക് പരത്താനും കിട്ടൂല. ആവണമെങ്കിൽ ഷേപ്പ് വെച്ച് ഇങ്ങനെ റൗണ്ടുള്ള എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്താൽ മതി. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അല്ലെങ്കിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കാം കേട്ടോ. വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇത് ഇങ്ങനെ കമഴ്ത്തി കൊടുക്കാം. പിന്നെ ഇത് കുഴപ്പമില്ലല്ലോ, വാഴയിലയല്ലേ, പ്ലാസ്റ്റിക് ഒന്നും അല്ല. അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം, കമഴ്ത്തി ഇട്ട് കൊടുക്കാം. പതുക്കെ നോക്കിയിടണം. എന്നിട്ട് ഇത് പതുക്കെ ഈ ഇല എടുത്ത് മാറ്റാം കേട്ടോ. പത്ത് മിനിറ്റ് ഇങ്ങനെ വെന്തോട്ടെ. അടച്ചു വെക്കണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം അടച്ചു വെച്ചാൽ മതി. 10 മിനിറ്റ് ഇങ്ങനെ ഈ നെയ്യിൽ കിടന്ന അടിഭാഗം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് വേവിച്ചു കൊടുക്കാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അടിഭാഗം ആകുമ്പോൾ നമുക്ക് പതുക്കെ മറിച്ചിടാം. മറിച്ചിടാൻ കുറച്ച് റിസ്ക് ആണ്. പതുക്കെ മറിച്ചിടാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പൊട്ടിയൊന്നും പോയില്ല. അതുപോലെ കുറച്ചുകൂടെ നെയ്യ് തൂവി കൊടുക്കാം അടിയിലേയും കൂടെ വേവാനായിട്ട്. ഈ ഭാഗം ഇതേപോലെ ഒരു ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അത് ഓഫ് ചെയ്തിട്ട് പതുക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതിന്റെ ഇടയിൽ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉന്നക്കായന്റെ അത്ര വന്നില്ലെങ്കിലും
ഏകദേശം അതിന്റെ രൂപത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.